എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 2026 ജൂലൈ മാസത്തിലെ വൃശ്ചികക്കൂറുകാരുടെ, അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ മാസഫലത്തെ പറ്റിയാണ്. ഈ മാസത്തെ ഗ്രഹനില പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജൂലൈ 16 വരെ സൂര്യൻ നിങ്ങളുടെ 8-ാം ഭാവമായ മിഥുനത്തിലും അതിനുശേഷം 9-ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ചൊവ്വ 7-ാം ഭാവമായ ഇടവത്തിലാണ്. ബുധൻ ജൂലൈ 7-ാം തീയതി കർക്കിടകത്തിൽ നിന്ന് വക്രഗതിയിൽ മിഥുനത്തിലേക്ക് രാശി മാറുന്നു. വ്യാഴം 9-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് തുടരുകയാണ്. ശുക്രനും കേതുവും 10-ാം ഭാവമായ ചിങ്ങത്തിലും ശനി 5-ാം ഭാവമായ മീനൻ രാശിയിലും രാഹു 4-ാം ഭാവമായ കുംഭൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം, പ്രണയം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെ എങ്ങനെ ബാധിക്കുമെന്നും അതിനുള്ള പ്രതിവിധികളും പരിഹാരങ്ങളും എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ വൃശ്ചികക്കൂറുകാരുടെ തൊഴിൽ മേഖലകളെ ഈ മാസം എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. 10-ാം ഭാവത്തിൽ ശുക്രനും കേതുവും നിൽക്കുന്നതും ഭാഗ്യസ്ഥാനത്ത്, അതായത് 9-ാം ഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നതും നിങ്ങൾക്ക് വലിയൊരു അനുകൂല ഘടകമാണ്. ജോലിയിൽ കഠിനാധ്വാനത്തിന് തക്കതായ ഒരു അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. 10-ാം ഭാവത്തിലെ ശുക്രൻ നിങ്ങൾക്ക് പുതിയ അവസരങ്ങളൊക്കെ തരും. കലാമാധ്യമ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ഒരു സമയമാണ്. എന്നാൽ ജൂലൈ 16 വരെ സൂര്യൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സഹപ്രവർത്തകരുമായോ മേലധികാരികളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. സംസാരത്തിലൊക്കെ നിയന്ത്രണം പാലിക്കുക. 16-ാം തീയതിക്കൊക്കെ ശേഷം ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജോലിയിൽ നല്ല രീതിയിലുള്ള പുരോഗതിയും, സ്ഥലം മാറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ ഉത്തരവുകളും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പൊതുവെ ഗുണകരമാണ്. 7-ാം ഭാവത്തിലെ ചൊവ്വയുടെ സാന്നിധ്യമുള്ളതിനാൽ ബിസിനസ് പങ്കാളികളുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് മുൻപ് പരിചയസമ്പന്നരുടെ ഉപദേശമൊക്കെ തേടുന്നത് നന്നായിരിക്കും. ജൂലൈ 7-നൊക്കെ ശേഷം ബുധൻ്റെ വക്രഗതി വരുന്നതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ ഒക്കെ ഒപ്പുവയ്ക്കുമ്പോൾ കൃത്യമായി വായിച്ചൊക്കെ രേഖകളൊക്കെ വായിച്ചൊക്കെ മനസ്സിലാക്കേണ്ടതുമാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാർക്ക് ജൂലൈ മാസം സാമ്പത്തികമായി സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. വ്യാഴത്തിൻ്റെ 9-ാം ഭാവത്തിലെ ഉച്ചസ്ഥിതി സാമ്പത്തികമായി വലിയ തകർച്ചകളിൽ നിന്ന് നിങ്ങളെ കാത്തിരക്ഷിക്കുന്നതാണ്. പൂർവിക സ്വത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിത വഴികളിലൂടെയോ ഒക്കെ ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, 8-ാം ഭാവത്തിൽ സൂര്യൻ്റെയും ബുധൻ്റെയും ഒക്കെ സാന്നിധ്യമുള്ളത് അനാവശ്യ ചെലവുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മെഡിക്കൽ ആവശ്യങ്ങൾക്കോ വാഹനങ്ങളുടെ റിപ്പയറിങ്ങിനോ ഒക്കെ പണം ചിലവഴിക്കേണ്ടതായും വന്നേക്കാം. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ തുക നിക്ഷേപിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കൊക്കെ ഒരു ശമനമൊക്കെ ഉണ്ടാകുന്നതുമാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 4-ാം ഭാവത്തിൽ രാഹുവിൻ്റെയും 7-ാം ഭാവത്തിലെ കുജൻ്റെയും ഒക്കെ സ്ഥിതി കുടുംബത്തിൽ ചെറിയ സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ഈഗോ ഒക്കെ കാരണം പങ്കാളിയുമായിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങളൊക്കെ ഒഴിവാക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുമൊക്കെ ആയിട്ട് ഭൂമി സംബന്ധമായോ അല്ലാതെയോ ഒക്കെയുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വ്യാഴത്തിൻ്റെ 9-ാം ഭാവസ്ഥിതി നിങ്ങളെ സഹായിക്കുന്നതാണ്. വീട്ടിലെ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനും മാതാപിതാക്കളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടാനും ഈ മാസം വളരെ നല്ലതാണ്. ഇനി പ്രണയിക്കുന്നവരുടെ കാര്യം നോക്കിയാൽ പ്രണയിക്കുന്നവർക്ക് ഈ മാസം അല്പം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് 7-ലെ കുജൻ്റെ സ്ഥിതി ഒക്കെ ഉള്ളതിനാൽ എന്തെങ്കിലും പരസ്പര വിശ്വാസമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ ഒക്കെ പ്രണയബന്ധത്തിൽ
ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പരം സംസാരിച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ശ്രമിക്കുക. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ മാസത്തിൻ്റെ രണ്ടാം പകുതി, അതായത് ജൂലൈ 16 ശേഷമായിരിക്കും കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വൃശ്ചിക രാശിയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ജൂലൈ മാസം ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പഠനത്തിൽ അലസതയോ അല്ലെങ്കിൽ ഏകാഗ്രത കുറവോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബുധൻ്റെ വക്രഗതി മാറ്റവും വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയും ഒക്കെ ഉള്ളതിനാൽ കഠിനാധ്വാനമൊക്കെ ചെയ്താൽ മികച്ച വിജയമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ശ്രമിക്കുന്നവർക്കും ജൂലൈ 16-നൊക്കെ ശേഷം നല്ല വാർത്തകളൊക്കെ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരെ കഠിനമായിട്ടൊക്കെ പ്രയത്നിക്കേണ്ടതായി വരാം. സൗഹൃദങ്ങളൊക്കെ പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാർക്ക് ഈ മാസം ആരോഗ്യകാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ ആവശ്യമായ സമയമാണ്. 8-ാം ഭാവത്തിലെ സൂര്യൻ്റെ സഞ്ചാരമൊക്കെ ഉള്ളതിനാൽ ജൂലൈ 16 വരെയൊക്കെ ഉദരസംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളെ, അതുപോലെ ചൂട് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ, രക്തസമ്മർദ്ദം എന്നിവയൊക്കെ ഉള്ളവരെ കൃത്യമായിട്ടൊക്കെ മരുന്നുകൾ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 4-ലെ രാഹുവും 7-ലെ കുജനും മാനസികമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രാണായാമം, യോഗ എന്നിവയൊക്കെ ശീലമാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ രാത്രികാലങ്ങളിലുള്ള ദൂരയാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ഡ്രൈവിങ്ങിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ്. ഇനി ഗ്രഹനിലയിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ അകറ്റി ഈ ജൂലൈ മാസം കൂടുതൽ ഐശ്വര്യപ്രദമാക്കാൻ വൃശ്ചികക്കൂറുകാർ ചെയ്യേണ്ട വഴിപാടുകളും പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. സുബ്രഹ്മണ്യ സ്വാമി ഭജനം. ചൊവ്വ 7-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നത് നിങ്ങളുടെ ഉദ്യോഗത്തിലെയും അതുപോലെ കുടുംബത്തിലെയും എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കും. അതുപോലെ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാരയോ അല്ലെങ്കിൽ ശനിദോഷ പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുന്നതോ ഒക്കെ വളരെയധികം ഉത്തമമാണ്. 8-ലെ സൂര്യൻ്റെയൊക്കെ ദോഷം മാറാൻ ആദിത്യ ഹൃദയ സ്തോത്രമൊക്കെ ജപിക്കുന്നത് ആരോഗ്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. 9-ലെ വ്യാഴത്തിനെ കൊണ്ട് കൂടുതൽ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. പൊതുവെ പറഞ്ഞാൽ വലിയ പ്രതിസന്ധികളില്ലാതെ വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും അനുകൂലമാക്കിയൊക്കെ മാറ്റാൻ സാധിക്കുന്ന ഒരു മാസമാണ് വൃശ്ചികക്കൂറുകാർക്ക് ഈ 2026 ജൂലൈ മാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.